തമിഴ്നാട്ടിൽ ക്ഷേത്ര ദർശനത്തിന് മന്ത്രിയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ പൂജാരി ഉൾപ്പെടെ 3 പേർക്ക് സസ്പെൻഷൻ. ക്ഷേത്രത്തിലെത്തിയത് ദേവസ്വം മന്ത്രി രമേശ് ആണെന്ന് അറിയാതെയാണ് സ്പെഷ്യൽ ദർശനത്തിന് 4000 രൂപ പൂജാരി വാങ്ങിയത്. തിരുച്ചെന്തൂർ മുരുകൻ ക്ഷേത്രത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മനേഷ്, ഇത് വായിച്ചപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് വിജയ് മുഖ്യമന്ത്രി അധികാരമേറ്റതിന് പിന്നാലെ പറഞ്ഞ കാര്യമാണ്. അഴിമതി, കൈക്കൂലി ഇത്തരം കാര്യങ്ങൾ വെച്ചുപൊറുപ്പിക്കില്ല എന്ന് പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി ജോസഫ് സി വിജയ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? മന്ത്രി എന്നറിയാതെ സംഭവിച്ചു, ഇത്തരത്തിൽ മുൻപും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ പണം വാങ്ങിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷണമുണ്ടോ? പ്രജൻ, തിരുച്ചെന്തൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നിരവധി പരാതികളാണ് മന്ത്രിക്ക് നേരത്തെ തന്നെ ലഭിച്ചിരുന്നത്. അതായത് ദർശനത്തിനും അതുപോലെ തലമുണ്ഡനം ചെയ്യുന്നതിനുമൊക്കെ അവിടെ കൈക്കൂലി വാങ്ങുന്നുണ്ട് എന്നൊരു പരാതി നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. ഇത് അന്വേഷിക്കാനായാണ് മന്ത്രി ഇന്ന് നേരിട്ട് തന്നെ എത്തിയത്. അത് സാധാരണ ദർശനത്തിലെത്തിയ ആളുകളെ പോലെയായിരുന്നു മന്ത്രിയും 3 പേഴ്സണൽ സ്റ്റാഫും അവിടെ എത്തിയത്. മന്ത്രി മാസ്കും ധരിച്ചിരുന്നു. അങ്ങനെ ഇവിടെ ക്ഷേത്രത്തിലെത്തുന്നു. അവിടെ ഉണ്ടായിരുന്ന 2 സെക്യൂരിറ്റി ജീവനക്കാരാണ് VIP ദർശനത്തിന് വേണ്ടി 1000 രൂപ, ഒരാൾക്ക് 1000 രൂപ വീതം ആവശ്യപ്പെട്ടത്. അങ്ങനെ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്ന പേഴ്സണൽ സ്റ്റാഫ് 4000 രൂപ ഗൂഗിൾ പേ ചെയ്ത് നൽകുകയും ചെയ്തു. അതിനുശേഷം ദർശനം നടത്തിയതിന് ശേഷമാണ് മന്ത്രി ഓഫീസിൽ എത്തുമ്പോഴാണ് ഇത് മന്ത്രിയാണ് എന്നുള്ള കാര്യം അവിടുത്തെ ക്ഷേത്രം ഭാരവാഹികളും ജീവനക്കാരും ഒക്കെ മനസ്സിലാക്കുന്നത്. പിന്നീടുള്ള നടപടികളെല്ലാം വളരെ വേഗത്തിലായിരുന്നു. ഈ ക്ഷേത്രത്തിലെ പൂജാരിയും അതുപോലെ തന്നെ 2 സെക്യൂരിറ്റി ജീവനക്കാർ, അതായത് ഈ 1000 രൂപ ആവശ്യപ്പെട്ട സെക്യൂരിറ്റി ജീവനക്കാരെയും 3 പേരെയും നിലവിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല, നേരത്തെ കിട്ടിയ ഒരു പരാതി തലമുണ്ഡനം ചെയ്യുന്നതിന് അഴിമതി നടത്തുന്നതിൽ ഈ പറഞ്ഞ രീതിയിൽ കൈക്കൂലി വാങ്ങുന്നു എന്നൊരു പരാതി ഉണ്ടായിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലും 2 പേരെ നിലവിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെയുള്ള തിരുച്ചെന്തൂർ ക്ഷേത്രത്തിലെ സ്വത്തുക്കൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തുമെന്നും കൃത്യമായ നടപടി ഉണ്ടാകും, ഇക്കാര്യത്തിലെല്ലാം കൃത്യമായ നടപടി ഉണ്ടാകുമെന്നുമാണ് മന്ത്രി പറയുന്നത്. എന്തായാലും ഇത് രാവിലെ 5 മണിയോടുകൂടിയാണ് മന്ത്രിയും പേഴ്സണൽ സ്റ്റാഫും അവിടെ എത്തുന്നത്. പക്ഷേ മന്ത്രിയാണ് എന്ന ഈ ജീവനക്കാർക്കോ അല്ലെങ്കിൽ ക്ഷേത്രം ഭാരവാഹികൾക്കൊന്നും മനസ്സിലാവുകയും ചെയ്തില്ല. തുടർന്നാണ് ഇത്തരത്തിലുള്ള നടപടികളെല്ലാം തന്നെ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. പ്രജി, മനീഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.